ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടോ? ഇത് ഞങ്ങൾ ഇന്റർവ്യൂവിലും ഒക്കെ പറയുന്ന പോലെ സിനിമ തീരുമ്പോൾ മലയാളിക്ക് വേണ്ടിയിട്ട് മലയാളിയുടെ സിനിമ എന്നുള്ളൊരു ഉത്തമ ബോധ്യത്തിലാണ് ഞങ്ങൾ ഈ പടം തുടങ്ങിയത്. അപ്പോൾ ഈ തിയേറ്ററിൽ നിന്ന് കിട്ടുന്നൊരു എല്ലാവരുടെ മുഖത്തു നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് സക്സസ് ആയെന്നാണ്. യാത്ര ഭയങ്കര വലുതാണ്. ഞങ്ങളുടെ നായകൻ രഞ്ജിത്ത് ഒരുപാട് ഇപ്പോൾ വിളിച്ചെന്ന് പറഞ്ഞത് ഹാഫിൻ്റെ ഷൂട്ടിലാണ്. പുള്ളി ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടെന്നറിയില്ല. ഭയങ്കര ഇമോഷണലാണ്. നല്ലൊരു ഉദ്ദേശശുദ്ധിയോടെ ചെയ്ത സിനിമയാണ്. സാധാരണ നമുക്കറിയാം സിനിമ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഇതിപ്പുറം അത്യാവശ്യം ആളുകളെ പിടിച്ചിരുത്തുന്ന സിനിമയാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു സന്ദേശം അല്ലെങ്കിൽ സന്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ന് പറയേണ്ട ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പേരൻസും കുട്ടികളുമായിട്ടുള്ള പ്രത്യേകിച്ച് ഒരുവിധം പഠിത്തം പൂർത്തിയാക്കി അല്ലെങ്കിൽ 20 കഴിഞ്ഞിട്ടുള്ള കുട്ടികളും 25-നും 18-നും 22-നും ഇടയ്ക്കുള്ള കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ഒരുപാട് പ്രശ്നം നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആകും. ഈ സിനിമയിൽ ഇൻസിഡൻറ്റ് എൻ്റെ ഇൻസിഡൻറ്റായിട്ടും ഒരുപാട് സാമ്യമുള്ള കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ നടക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും പേര് വന്നതിലും നമുക്ക് ഈ ഒരു പ്രോത്സാഹനം തരുന്നതിലും ഭയങ്കരമായിട്ട് നന്ദി പറയുന്നു. ഇത് നിങ്ങൾക്ക് തോന്നിയ കൃത്യമായ അഭിപ്രായം നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം. സത്യസന്ധമായിരിക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളൂ. മാക്സിമം പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ടീമും എല്ലാം ഒരു 1-2 വർഷത്തെ എഫർട്ടുണ്ട് സിനിമയ്ക്ക് മുന്നിൽ. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ സിനിമയെ നിങ്ങൾ കണ്ടത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്ന് പറയുന്നത്. നല്ലത് പ്രചരിപ്പിക്കുക, ഇഷ്ടപ്പെട്ടത് പ്രചരിപ്പിക്കുക. നന്ദി. സിനിമ ഒരു 3 വർഷത്തെ ഒരു അധ്വാനമുണ്ട് ഈ സിനിമയുടെ. നിങ്ങൾക്കത് മനസ്സിലായി കാണുന്ന ഒരു സിനിമ അതൊരു ചെറിയ സിനിമയല്ല. അതിനേക്കാളുപരി ഇതൊരു വലിയ വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു സിനിമ വന്നോ എന്നെനിക്കറിയില്ല, അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങളുടെയും കൂടെ ഒരു ആവശ്യമായിട്ട് കണ്ട്, കാരണം സമൂഹത്തിൽ ഏറ്റവും വലിയൊരു വിപത്താണ് നമ്മൾ ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. അതൊരു പരിധിവരെ സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഇത് സാധാരണ ഒരു സിനിമയുടെ റിവ്യൂ പോലെ കണ്ടിട്ട് അങ്ങനെയല്ലാതെ ഇത് നമ്മുടെ ഒരു സിനിമയായിട്ട് കണ്ട് നാടിൻ്റെ ഒരു വിഷയം നമ്മൾ ഇത്ര മനോഹരം അത് എടുക്കാനുള്ളൊരു ചങ്കൂറ്റം ഞങ്ങൾ കാണിച്ചു. ആ ചങ്കൂറ്റത്തെ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾ ഒന്നടങ്കം ഈ സിനിമയെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. സത്യസന്ധമായ കാര്യം മാത്രം പറഞ്ഞാൽ മതി. അതായിരിക്കും നമ്മുടെ വിജയം. നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. നന്ദി എല്ലാവർക്കും. നിങ്ങൾ കണ്ട പോലെ ഒരുപാട് കഷ്ടപ്പെട്ട് വളരെയധികം ഇഷ്ടപ്പെട്ട് ഏറെ പ്രതീക്ഷയോടെ ചെയ്തൊരു സിനിമയാണ് എല്ലാവരും. അപ്പോൾ പ്രേക്ഷകർ അത് ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ പറയാൻ പ്ലാൻ ചെയ്ത് ആക്ച്വലി അലക്സ് സാർ പറഞ്ഞു. അപ്പോൾ അലക്സ് സാർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒരു സമൂഹം ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. എല്ലാവരും വന്ന് ഈ ഫസ്റ്റ് ഷോയിൽ പങ്കിട്ട് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തതിൽ ഒത്തിരി സന്തോഷം. ഈ സിനിമ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു ആവശ്യമുള്ളൊരു സബ്ജക്റ്റാണ്. ഇത് നമ്മളുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നാട്ടിൽ കമ്മ്യൂണിറ്റിയിലുള്ളൊരു വിഷയമാണ്. ഇത് നമ്മൾ ബോധപൂർവം ഇത് മനസ്സിലാക്കി നമ്മുടെ യൂത്തിനെ നമ്മുടെ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മുടെ പേരൻസും കമ്മ്യൂണിറ്റി ആയിട്ടും സുഹൃത്തുക്കളായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഈ സിനിമയെ നിങ്ങൾ തിയേറ്റേഴ്സിൽ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇത് നമ്മുടെ സിനിമയാണ്, കേരളത്തിൻ്റെ സിനിമയാണ്.